അതെ, ഭാഗവത ഗീതാ പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീ അജിതൻ നമ്പൂതിരിയുടെ പതിവ് ചിട്ടകൾ ഈ വീട്ടിൽ മുടങ്ങുന്നില്ല. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ എത്ര വായിച്ചാലും എത്ര അളന്നാലും എത്ര മനസ്സിലാക്കിയാലും വ്യാപ്തി വർദ്ധിക്കുന്ന ഭാഗവത പാരായണം ഒരു നിഷ്ഠ പോലെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു അജിതൻ നമ്പൂതിരി. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളക്കരയിലെ വേറിട്ട വ്യക്തിപ്രഭാവമായി മാറുകയാണ് അദ്ദേഹം. പൗരാണികതയും ആധുനികതയും സമന്വയിപ്പിക്കുന്ന ഈ ദിഷണാശാലി ആധുനിക ലോകത്തിന്റെ നാനോ ടെക്നോളജിയും ഭാരതീയ പൗരാണിക ശാസ്ത്ര സംഹിതകളിലെ പരമാണു തത്വവും തമ്മിലുള്ള ബന്ധവും തിരിച്ചറിയുകയാണ്. ആധുനിക ശാസ്ത്രങ്ങൾക്കൊപ്പം റേക്കിയും സംഖ്യാശാസ്ത്രവും ഒക്കെ അഭ്യസിച്ച് പുതിയ തലമുറയെ പരിശീലിപ്പിക്കുന്ന അജിതൻ നമ്പൂതിരി ഭാഗവത പാരായണത്തിൽ മാത്രമല്ല രത്നശാസ്ത്രത്തിലും ജ്യോതിഷത്തിലുമൊക്കെ വേറിട്ട സാന്നിധ്യമാവുകയാണ്. നിരന്തരം പഠിച്ചും വായിച്ചും ഗവേഷണങ്ങൾ നടത്തിയും സമൂഹത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്ന നമ്പൂതിരി ഗൃഹസ്ഥാശ്രമത്തിന്റെ പുണ്യത്തിലും ജനാവബോധ പ്രവർത്തനങ്ങളിലാണ്. അജിതന്റെ ഒപ്പം ഒരു കൈ സഹായമായി ഭാര്യ സുഭദ്ര അന്തർജനവും കൂടുമ്പോൾ ഇവിടെ ആത്മീയ ഭൗതിക സംജ്ഞകൾ സമന്വയിക്കുകയാണ്. ഒരു ദിനം നമ്പൂതിരിയെ തേടി ഗൗരീശ്വരത്തിലെത്തുന്നവരുടെ എണ്ണവും ഏറുകയാണ്. വിവിധ ആവശ്യങ്ങൾ, റേക്കി ചികിത്സകൾ, രത്നശാസ്ത്രത്തിന്റെ ശരിതെറ്റുകൾ, ഭാഗവതത്തിന്റെ അനന്തമായ പൊരുൾ, അങ്ങനെ എത്തുന്നവരുടെ ആവശ്യം നീളുമ്പോഴും അജിതൻ നമ്പൂതിരി ആശങ്കപ്പെടുന്നില്ല. എല്ലാറ്റിനും മനം നിറയുന്ന മറുപടികളുമായി പുഞ്ചിരിക്കുകയാണ് അദ്ദേഹം. പ്രപഞ്ചത്തിലെ സത്യവും മിഥ്യയും നമ്മുടെ മുന്നിൽ നിരത്തുകയാണ് അദ്ദേഹം. രത്നചികിത്സ, ജ്യോതിഷം, റേക്കി ചികിത്സ, ഭാഗവതവ്യാഖ്യാനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആധുനിക ശാസ്ത്രം എത്ര കണ്ടു വളർന്നാലും ആ വിജ്ഞാന ശാഖകൾ എപ്പോഴും ദ്രവ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി. പക്ഷേ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ 4 മേഖലകളിലും ഊർജത്തേന് ദ്രവ്യത്തേക്കാൾ പ്രാമുഖ്യം നൽകണം. അപ്പോൾ ഐൻസ്റ്റീന്റെ പഴയ ഫിലോസഫി തന്നെയാണ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മാറ്റർ. ഊർജത്തെ ദ്രവ്യമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ സ്ഥായിയായ ആവശ്യം ഏറ്റവും സ്നിഗ്ധമായ ഊർജധാരയെ മാനുഷികമായ വ്യായാമങ്ങളിൽ അത് ശുദ്ധീകരിക്കപ്പെട്ട് എങ്ങനെ വിനിയോഗിക്കാം, ഇതാണ് റേക്കിയിലുള്ളത്. ഇത് തന്നെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളുടെ ഊർജ സ്വാധീനത്തെ വിശകലനം ചെയ്തുകൊണ്ട് പ്രതിപാദിക്കുന്നത്. ഇത്തരത്തിലുള്ള ഊർജവിനിമയത്തിന്റെ ധാര തന്നെയാണ് രത്നചികിത്സയുടെയും അടിസ്ഥാനം. ആർജിച്ച വിജ്ഞാനത്തെ വിവിധ മേഖലകളിൽ വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. അതുപോലെ രത്നചികിത്സയിലും സംഖ്യാശാസ്ത്രത്തിലും അങ്ങേക്ക് പാണ്ഡിത്യമുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? രത്നങ്ങൾക്കുള്ള പ്രധാന യോഗ്യത, ഗുണം എന്ന് പറയുന്നത് ഇത് ബൈപോളാറാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ, എനർജിയുടെ ഇൻഫ്ലോയ്ക്കും എക്സിറ്റിനും ഇത് ഒരേ സമയത്ത് സഹായിക്കും. ഹ്യൂമൻ ബോഡിക്ക് പ്രകൃതി ആ ഒരു പ്രത്യേക ഗുണമുണ്ട്. എന്താണ്? ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇതിനാവശ്യമുള്ള നീഡിയായിട്ടുള്ള ഊർജ തരംഗങ്ങളെ മാത്രമേ ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കൂ. അല്ലാത്താൽ പിന്തള്ളും, അത് രോഗമായിട്ട് വെളിവരും. അപ്പോൾ ജനന സമയം കൊണ്ട് ഒരാളുടെ ഭാഗ്യത്തെ സ്വാധീനിക്കുന്നത്, അയാളുടെ കർമ്മത്തെ പുഷ്ടിപ്പെടുത്തുന്നത് ഏത് ഗ്രഹത്തിന്റെ ഏത് വിധത്തിലുള്ള രശ്മികളാണ്, ഊർജ തരംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഇയാളുടെ ശരീരത്ത് ഈ പീസോ ഇലക്ട്രിക്, ഈ ബൈപോളാർ നേച്ചറുള്ള ഒരു ജം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അയാൾക്ക് നീഡിയായിട്ടുള്ള ഊർജത്തെ അബ്സോർബ് ചെയ്ത്
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള 72,000 എനർജി ട്യൂബ്സിലും സ്പ്രെഡ് ചെയ്യാനും അതിൻ്റെ എനർജിയുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കൺവേർഷൻ ഇന്റേണലായിട്ട് നടത്താനും സാധ്യമാകും. അപ്പോൾ ആവശ്യമായ ഊർജത്തെ കൊടുക്കാൻ ജെം സഹായിക്കുന്നു. ആവശ്യമായ ഊർജത്തെ കിട്ടിയാൽ അതെങ്ങനെ രൂപാന്തരപ്പെടുത്തണമെന്ന് മനുഷ്യ ശരീരത്തിൽ നിശ്ചയമുണ്ട്. അത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് അത് അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ റേക്കിയുമായിട്ട് ഇതിനുള്ള ബന്ധം, റേക്കിയിലെ ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന ടെക്നിക്കോടുകൂടി ഇപ്പോൾ രത്നങ്ങളുടെ സ്വാഭാവിക ശേഷിയെ, പൊളാരിറ്റിയെ വർദ്ധിപ്പിക്കാനും കഴിയും. അപ്പോൾ അതിനെ ട്യൂൺ ചെയ്ത ദീക്ഷ കൊടുത്ത കല്ല് എന്നൊക്കെ സാങ്കേതികമായിട്ട് പറയും. അങ്ങനെ ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ല് രത്നക്കല്ല് കൂടുതൽ ട്യൂൺഡായിരിക്കും. അതിന്റെ പവർ ഒരു 5 times മാഗ്നിഫൈഡ് ആയിരിക്കും. ഈ റേക്കി ചികിത്സ എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഈ റേക്കി ചികിത്സ, റേക്കി എന്ന് പറഞ്ഞാൽ ലൈഫ് എനർജി, ജീവശക്തി എന്ന് തന്നെയാണ് അർത്ഥം. ജീവശക്തിയെ വിനിയോഗിച്ചുകൊണ്ടുള്ള ചില ചികിത്സാ സമ്പ്രദായങ്ങൾ. ഇത് ശ്രീബുദ്ധൻ ആവിഷ്കരിച്ചതാണ്. ശ്രീബുദ്ധന്റെ പുണ്ടരീക സൂത്ര, ലോട്ടസ് സൂത്ര ആണ് ഇതിന്റെ അടിസ്ഥാനം. അതിൽ നിന്ന് വികസിപ്പിച്ച് അതിലെ ശക്തിവാദം എന്ന യോഗക്രിയയിലൂടെ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള ഒരാള് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തെ ട്യൂൺ ചെയ്യുകയാണ്. ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, എത്ര നല്ല ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഒരു TV ആണെങ്കിലും അതിന് വിവിധ തരംഗങ്ങൾ അതിനെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനെ കൺസേൺഡ് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താലേ അതിനെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ നമുക്ക് തരാൻ കഴിയൂ, ഓഡിയോ നമുക്ക് തരാൻ കഴിയൂ. ഇതേ വിഷയത്തിൽ നമ്മുടെ മനുഷ്യ ശരീരം 70,000 എനർജി ട്യൂബ്സ് ഉണ്ട്. ഇതിനൊക്കെ വളരെയധികം ഹിഡൻ പവേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് 6 നാഡീ കേന്ദ്രങ്ങളാൽ നിയന്ത്രിതമാണ്. അവയുടെ ഉപകേന്ദ്രങ്ങളുണ്ട്. പക്ഷെ ഈ കേന്ദ്രങ്ങളെ നമ്മൾ ഉത്തേജിപ്പിച്ചാൽ ഈ പ്രപഞ്ച നിയാമക ശക്തിയെ അല്ലെ ജീവശക്തിയെ നമ്മളുടെ സഹസ്രാര പത്മത്തിലൂടെ നമ്മുടെ ശരീരത്തേക്ക് സ്വീകരിക്കാനും നമ്മൾക്കത് നമ്മുടെ ശരീരത്ത് തന്നെയോ മറ്റൊരാളുടെ ശരീരത്തിലേക്കോ വിനിമയം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വിനിയോഗിക്കാനും കഴിയും. ഈ തത്വത്തെയാണ് മിഖാവോ ഉസൂയി എന്ന ജാപ്പനീസ് പുരോഹിതൻ വികസിപ്പിച്ചെടുത്ത് ഇന്ന് കാണുന്ന ആ സമ്പ്രദായങ്ങളിലേക്ക് അതിനെ വളർത്തിയിട്ടുള്ളത്. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതായ ഊർജധാരയെ സ്വീകരിച്ച് സാധ്യനിലേക്ക് അല്ലെങ്കിൽ സ്വീകർത്താവിലേക്ക് നമ്മൾ ഒഴുക്കുക, പ്രവഹിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങ് ഇപ്പോ റേക്കി പഠിപ്പിക്കുന്നുണ്ടോ? അതെ, പഠിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യണത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമൻ ബോഡിയെ ട്യൂൺ ചെയ്യാം. ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഊർജത്തെ വിനിയോഗിക്കണം എന്നവരെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കത് സ്വയം വിനിയോഗിക്കാം, അവരുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഇതിലൊരു പ്രൊഫഷനായിട്ട് ചികിത്സാ സമ്പ്രദമായിട്ട് സ്വീകരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് വിദേശത്തൊക്കെ പോയി 100 കണക്കിന് ആൾക്കാരെ ഇത് പഠിപ്പിച്ച ആൾക്കാരൊക്കെ ശിഷ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വിനിയോഗിക്കണമെന്ന ആളാണ് തീരുമാനിക്കുക. കാരണം ഇതിൽ പാരമ്പര്യമായ ഗുരുത്വ ദീക്ഷയുടെ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഞാൻ ഒരാളുടെ ബോഡി ട്യൂൺ ചെയ്താൽ അല്ലെങ്കിൽ റേക്കി മാസ്റ്റർ ഒരാളുടെ ബോഡി ട്യൂൺ ചെയ്താൽ അത് ട്യൂൺഡായിരിക്കും ഫോർ എവർ. അതുപോലെ നമ്മുടെ ആധുനിക തലമുറയ്ക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണ്? അവര് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഒരു റെസിപ്പിയന്റിന്റെ മൂഡിൽ ഇരിക്കുന്ന ഒരാളുടെ ബോഡിയിൽ കൈവയ്ക്കുമ്പോഴും അല്ലാണ്ട് ഒരു പരിചയ മനസ്സുകൊണ്ട് തീർത്ത ഒരു പരിചയയുടെ പിൻബലത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് കൈവയ്ക്കുമ്പോഴും തമ്മിലുണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് ഉണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ള അറിവുകൾ വെച്ചുള്ള തുലനം അത് പല മേഖലകളിലും നടക്കുന്നു. അതിൻ്റെതായ ദുര്യോഗങ്ങൾ, പ്രത്യേകിച്ച് ഇത് കണ്ടറിയാൻ കിട്ടാത്തത് എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇതിന് ഈ സ്പിരിച്വൽ സയൻസിനുള്ള ഒരു ഡ്രോബാക്ക് അതാണ്. ഇത് ത്രിപ്ലാനാറാണ്. അളന്ന് തൂക്കി കൊണ്ട് അല്ലെ അനുഭവിച്ച് മണത്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അതിന് വെയിറ്റ് ചെയ്യാൻ ഒരു റെസിപ്പിയന്റിന്റെ മനസ്സ് ആവശ്യമാണ്. സ്വീകർത്താവ്